നമുക്ക് ലോകത്തുള്ള എല്ലാ സ്റ്റുഡൻസിനെയും 3 കാറ്റഗറി ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ആദ്യത്തെ കാറ്റഗറി സ്റ്റുഡൻറ് എ. അവരാണെന്നുണ്ടെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പഠിത്തം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു 10 മണിക്കൂറായിരിക്കും അവർ ചിലപ്പോൾ പഠിക്കുന്നത്. അപ്പം മോസ്റ്റ് ഓഫ് ദി ടൈം ബുക്സിലായിരിക്കും. വേറെ ഒരു ഡിസ്ട്രാക്ഷനും അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഫുൾ പഠിത്തം, എപ്പോഴും ബുക്സ് വായിക്കുക, അങ്ങനെയുള്ള ഹോബീസിനകത്ത് വേറെ ഒരു പണിക്കും അവർ പോവില്ല. അവരാണെന്നുണ്ടെങ്കിൽ കൂട്ടുകാരുടെ ഒപ്പം സ്പെൻഡ് ചെയ്യാൻ ടൈമില്ല. അവർക്ക് ഫുൾ എപ്പോഴും ബുക്സ് വായിക്കുക, പഠിത്തം, ഈ മാത്രമായിട്ടുള്ള ആളുകളാണ്. ശരിക്കും നമ്മളൊരു പഠിപ്പി എന്നൊക്കെ പറയുന്ന ആളുകളാണ്. അടുത്ത കാറ്റഗറിയിനകത്ത് വരുന്നതാണ് സ്റ്റുഡൻറ് ബി. അവരാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ ക്ലാസ്സിനകത്തൊക്കെ ശ്രദ്ധിച്ചിരിക്കുവേ. അങ്ങനെ ശ്രദ്ധിച്ചിരുന്നിട്ടാണെന്നുണ്ടെങ്കിൽ നല്ല മാർക്കും മേടിക്കും. ദെൻ അതുപോലെ തന്നെ 2 മണിക്കൂറൊക്കെ ആയിരിക്കും അവർ വീട്ടിൽ ചെന്നാൽ പഠിക്കുകയുള്ളൂ. അതുപോലെ തന്നെ സൂപ്പറായിട്ട് എല്ലാവരുമായിട്ടും ഇടപെടാൻ നല്ല മിടുക്കായിരിക്കും. അതുപോലെ തന്നെ കൂട്ടുകാരുണ്ടായിരിക്കും, അവരുടെയൊക്കെ കൂടെ ട്രിപ്പ് പോകാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും. ദെൻ അടുത്ത കാറ്റഗറിയിനകത്ത് വരുന്ന ആളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻറ് സി ആണ്. അവർ ഫുൾ ടൈം എൻജോയ്മെൻ്റ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളായിരിക്കും. അവർ കൂടുതലും ട്രിപ്പ് പോകാനൊക്കെ ഇഷ്ടപ്പെടുന്നതായിരിക്കും. പിന്നെ എക്സാമിന് തലേദിവസം ആകുമ്പം കുത്തിയിരുന്ന് പഠിക്കും, പക്ഷെ മാർക്കൊന്നും കിട്ടണമെന്നില്ല. അങ്ങനെയുള്ള ആളുകളായിരിക്കും. പക്ഷെ അവർ ഭയങ്കര സ്ട്രെസ്സായിരിക്കും. അയ്യോ പഠിച്ചില്ലല്ലോ എന്ന് ഓർത്തൊക്കെ ഭയങ്കര ഒരു ടെൻഷനൊക്കെ വന്നിട്ട് ലാസ്റ്റ് തലേദിവസമായിരിക്കും പഠിക്കാൻ ബുക്ക് എടുക്കുന്നത്. അങ്ങനെ മടിയന്മാരായിട്ടുള്ള ആളുകളാണ് സ്റ്റുഡൻറ് സി എന്ന് പറയുന്നത്. അപ്പം ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങൾ ഇതിനകത്താണ് പെടുന്നത്? അത് ഏതാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ദെൻ അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. ഇവരിൽ ആർക്കായിരിക്കും കൂടുതൽ മാർക്ക് കിട്ടുന്നത്? നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും സ്റ്റുഡൻറ് ബിക്ക് ആയിരിക്കും. ഓക്കെ, അപ്പം ഈ സ്റ്റുഡൻറ് ബി എങ്ങനെ നമുക്ക് ഇത്രയും മാർക്കൊക്കെ മേടിച്ച് ടോപ്പറായി നിൽക്കുന്നു എന്ന് നമുക്കറിയണ്ടേ? അതാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടന്നാലോ? അപ്പം ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് പ്രോമഡോറോ ടെക്നിക്കാണ്. അല്ലെങ്കിൽ പ്രോമഡോറോ മെത്തേഡ് എന്ന് പറയാം. ഓക്കെ, ഇത് പേരൊന്നും കേട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്, നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പം ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 മിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുക. അതിന് വേണ്ടി ഒരു ടൈമറൊക്കെ സെറ്റ് ചെയ്ത് 25 മിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഫോണിൽ വെക്കാം, അല്ല അലാറത്തിലൊക്കെ വെച്ചിട്ട് 25 മിനിറ്റ് നിങ്ങളാണെങ്കിൽ റൺ ചെയ്യാൻ വേണ്ടി വെക്കുക. ആ റൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല എഫിഷ്യൻ്റ് ആയിട്ട് ഫോക്കസ്ഡോടെ പഠിക്കാൻ ശ്രമിക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം, 5 മിനിറ്റ് നിങ്ങളാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് എടുക്കണം. ആ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് മൊബൈൽ ഫോണോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും യൂസ് ചെയ്യരുത്. ജസ്റ്റ് എന്തെങ്കിലും ഒരു വേറെ ബുക്ക് വായിക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ നടന്നിട്ട് 5 മിനിറ്റ് ചിലവഴിക്കുക. അതിനുശേഷം നിങ്ങൾ വീണ്ടും 25 മിനിറ്റ് എന്ത് ചെയ്യുക, പഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഒരു റിപ്പീറ്റ് ചെയ്തൊരു 3 to 4 ടൈംസ് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൂപ്പറായിട്ട് നിങ്ങൾ നല്ലപോലെ പഠിക്കാൻ പറ്റും. നിങ്ങൾ ആ ടോപ്പിക്സ് നിങ്ങളിപ്പോൾ എന്താണോ ഇന്ന് എടുത്ത് വെച്ചേക്കുന്നത്, ഇന്ന് പഠിക്കാൻ ഏത് ടോപ്പിക്കാണോ എടുത്ത് വെച്ചിട്ടുള്ളത്, അത് നിങ്ങൾക്ക് നല്ലപോലെ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാൻ പറ്റും. ഇത് നിങ്ങളുടെ ഫോക്കസ് നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യും. ഇനി രണ്ടാമത്തെ മെത്തേഡ് അല്ലെങ്കിൽ രണ്ടാമത്തെ ടിപ്സ് എന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങൾക്ക് പ്ലാനിങ് ആണ്. സ്മാർട്ട് പ്ലാനിങ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. എന്താണ് പ്ലാനിങ് ഒക്കെ നല്ലതാണ്, പക്ഷെ അത് സ്മാർട്ട് ആയിട്ടുള്ള പ്ലാനിങ് ആവണം. ആ പ്ലാനിങ് എന്തുകൊണ്ട് ചെയ്യണം, എക്സിക്യൂട്ട് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അങ്ങനെ ചെയ്താൽ മാത്രമാണ് നമുക്ക് ടോപ്പർ ആവാൻ പറ്റുള്ളൂ. ദെൻ ഇതിനകത്ത് വരുന്ന മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഈ മോസ്റ്റ് ഓഫ് ദ ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കും, നിങ്ങൾ ഡെയിലി ആയിട്ട് പ്ലാൻ ചെയ്യണം. അല്ലെങ്കിൽ ടു ഡു ലിസ്റ്റ് ഒക്കെ തയ്യാറാക്കി ഡെയിലി പ്ലാൻ ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, പഠിക്കാനെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ഡെയിലി പ്ലാൻ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് വീക്ക്ലി പ്ലാനിങ് ആണ് വേണ്ടത്. അങ്ങനെ വീക്ക്ലി പ്ലാൻ ചെയ്തിട്ട് അത് ഗോൾ സെറ്റ് ചെയ്യുക. ഇപ്പം ഇന്ന വീക്കും കൊണ്ട്, ഫസ്റ്റത്തെ ഈ വീക്കും കൊണ്ട് ഞാൻ ഇത്തരം കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യും. അതാണെങ്കിൽ നമ്മുടെ ഫസ്റ്റത്തെ ഗോൾ. അപ്പോൾ ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അതിന് വേണ്ടി എഫേർട്ട് എടുത്തിട്ട് അതാണ് നിങ്ങൾ പ്ലാനിങ് ആയിട്ട് ചെയ്യേണ്ടത്. അപ്പം ഒരു വീക്കിലി പ്ലാൻ സെറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഓരോ ദിവസം പറ്റുന്ന അനുസരിച്ച് ഈ ഗോളിന് വേണ്ടി പരിശ്രമിക്കുക. അതിനുശേഷം നിങ്ങൾ വേറെ കാര്യം കൂടി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഓരോ ദിവസം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരു ട്രാക്ക് ചെയ്യാൻ ചെറിയൊരു ബുക്ക് മേടിച്ച് വയ്ക്കണം. അപ്പോൾ ഈ ട്രാക്ക് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഓരോ ദിവസം ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ പഠിച്ചു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി വയ്ക്കുക. ഇപ്പോൾ ഡയറി എഴുതുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ജേണലൊക്കെ എഴുതുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അന്നത്തെ എഴുതിയാലും മതി. കാരണം നിങ്ങൾക്ക് എന്നിട്ട് അത് വായിച്ച് നോക്കുമ്പോൾ ഞാനിതെല്ലാം ഇന്ന് ചെയ്തല്ലോ, അപ്പം ആ രീതിയിലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അതിനുശേഷം നിങ്ങളിപ്പോൾ ഗോൾ അച്ചീവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇച്ചിരി നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ബിരിയാണി കഴിക്കണമെന്നുണ്ടെങ്കിൽ ബിരിയാണിക്ക് ഇത് നിങ്ങൾ ഗോൾ അച്ചീവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിരിയാണി കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ബിരിയാണി കഴിക്കാൻ പോകുക. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഡോപ്പമൈനൊക്കെ റിലീസ് ചെയ്യും. ഓക്കെ, അപ്പം ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പം ഇതൊക്കെയാണ് സെക്കൻഡ് ടിപ്പിനകത്ത്. നിങ്ങൾക്ക് ഇനി അടുത്ത മൂന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80-20 റൂളാണ്. ഈ 80-20 റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് വരുന്ന ടോട്ടലായിട്ടുള്ള മാർക്കില്ലേ, നമുക്ക് കിട്ടുന്ന മാർക്കിൻ്റെ 80% വരുന്നത് 20% ആയിട്ടുള്ള ടോപ്പിക്കിൽ നിന്നായിരിക്കും. ഇപ്പം എന്ത് എക്സാംസ് ആണെന്നുണ്ടെങ്കിലും എക്സാമിനകത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നേക്കുന്ന സിലബസിനകത്തുള്ള എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഈ ചോദ്യങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്?
നമ്മൾ കൂടുതലായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കി അതിന് വെയിറ്റേജ് കൊടുത്തും ചാപ്റ്റേഴ്സിനൊക്കെ വെയിറ്റേജും കൊടുത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, സെറ്റ് ആക്കുക. ഇപ്പം ഒരു എക്സാം നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ സബ്ജക്റ്റിൻ്റെ ബേസാണ് എക്സാം നടക്കുന്നത്. അപ്പോൾ ഓരോ സബ്ജക്റ്റിനകത്തും ഡിഫറെൻറ്റ് ചാപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. ഈ ഡിഫറെൻറ്റ് ചാപ്റ്റേഴ്സിനകത്ത് തന്നെ ഭയങ്കര വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ഉണ്ടായിരിക്കും, വെയിറ്റേജ് കുറഞ്ഞ ചാപ്റ്റർ ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെ നമ്മൾ സോർട്ട് ചെയ്തിട്ട് അത് മനസ്സിലാക്കി അതിന് ഓർഡർ അനുസരിച്ച് പഠിക്കുക. അത് ഏത് എക്സാമിനും നിങ്ങൾ അങ്ങനെ ചെയ്യുക. ചിലർ പറയും എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കണം. ചിലപ്പോൾ ടീച്ചേഴ്സൊക്കെ നിങ്ങളെ പറഞ്ഞിട്ടുണ്ടായിരിക്കും എല്ലാ ചാപ്റ്റേഴ്സും എല്ലാം പഠിക്കണം, ഒന്നും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഈ 20% ആയിട്ടുള്ള ടോപ്പിക്സിൽ നിന്നാണ് വരുന്നത്. ഈ 20% ആയിട്ടുള്ള ടോപ്പിക്ക് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ 20% ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രീവിയസ് പേപ്പറിനകത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻസ് അതേപടി വരുമല്ല ചെയ്യുന്നത്, അതിൻ്റെ പാറ്റേണിലായിരിക്കും, അതേ ടോപ്പിക്കിൽ നിന്നൊക്കെ ആയിരിക്കും. പക്ഷെ നമുക്ക് ഏകദേശം ചിലപ്പോൾ ട്രിക്കി ആയിരിക്കും. പക്ഷേ ആ ടോപ്പിക്ക് നമ്മൾ നല്ലപോലെ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് മാർക്ക് ഉറപ്പായിട്ടും കിട്ടും. ദെൻ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്റ്റീവ് റീകോൾ ആണ്. അപ്പം ആക്റ്റീവ് റീകോളും അതുപോലെ തന്നെ സ്പേസ്ഡ് ആയിട്ടുള്ള റിപ്പീറ്റേഷൻ ആണ്, റിവിഷൻ ഒക്കെയാണ് നിങ്ങൾ അടുത്ത കാര്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ. ഈ ആക്റ്റീവ് റീകോൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബുക്കൊക്കെ വായിക്കാറുണ്ടല്ലേ, അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വായിച്ച് പഠിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ എന്ത് ടെക്സ്റ്റ് ബുക്സിനകത്തുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും അത് ചുമ്മാ വായിച്ചുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് പാസീവ് ലേണിംഗ് അല്ലെങ്കിൽ പാസീവ് റീകോൾ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ പാസീവ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നല്ല ബെനിഫിറ്റ് ഒന്നും ഉണ്ടാക്കില്ല. ചുമ്മാ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചു എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നേ ഉള്ളൂ, അല്ലാതെ നമുക്കൊരു റിയൽ ആയിട്ടുള്ളൊരു സംഭവം അവിടെ നിന്ന് കിട്ടുന്നില്ല. അപ്പം നമുക്ക് നല്ലൊരു പഠിച്ചു എന്നുള്ള തോന്നൽ നമുക്ക് മനസ്സിലും വരണം, എക്സാമിനകത്ത് നമുക്ക് പ്രതിഫലിപ്പിക്കുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ് ആക്റ്റീവ് റീകോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആക്റ്റീവ് റീകോളിനകത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നും നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്നാൽ റീകോൾ ചെയ്യുക. അപ്പം നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഓരോ കാര്യങ്ങൾ ജസ്റ്റ് വായിച്ചോ, ഒരു തവണയൊക്കെ വായിച്ചു ഓർത്ത് കുഴപ്പമില്ല. അങ്ങനെ വായിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ ജസ്റ്റ് റീകോൾ ചെയ്യുക. എന്നിട്ട് ഞാൻ വായിച്ചപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് വന്നത്, അപ്പം അതെന്തൊക്കെയാണെന്ന് നിങ്ങളവിടെ നോട്ടീസ് ചെയ്ത് വയ്ക്കുക. ജസ്റ്റ് ഒന്ന് എഴുതുക. അങ്ങനെ എഴുതുന്നത് നല്ലതാണ്. കാരണം നമുക്കാണെന്നുണ്ടെങ്കിൽ അത് നമ്മളെ സിമുലേഷൻ ചെയ്യാനും നമ്മുടെ ബ്രെയിൻ ജസ്റ്റ് ഒരു സ്റ്റിമുലി കൊടുത്തിട്ട് ഉത്തേജിപ്പിക്കാൻ നല്ലതാണ്. അപ്പം അങ്ങനെ ചെയ്യുക. പിന്നെ നിങ്ങൾ ചില റിപ്പീറ്റഡ് ആയിട്ടുള്ള രീതിയിൽ റിവിഷൻ ചെയ്യണം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്ന് പഠിച്ചെങ്കിൽ അടുത്ത ദിവസം നാളെയും കൂടി ഒന്ന് റിവിഷൻ ചെയ്യുക. അതിനുശേഷം 3 ദിവസം കഴിഞ്ഞിട്ട് റിവിഷൻ ചെയ്യുക. അതിനുശേഷം 4 ദിവസം കഴിഞ്ഞിട്ട് റിവിഷൻ ചെയ്യുക. അതിനുശേഷം പിന്നെ 7 ദിവസം കഴിയുമ്പോൾ റിവിഷൻ ചെയ്യുക. ഇതാണ് നിങ്ങൾക്ക് മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം. ഇനി നിങ്ങൾക്ക് റിവിഷനെ കുറിച്ച് കൂടുതലായിട്ട് മെത്തേഡ്സ് ഒക്കെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കമൻറ്റിനകത്ത് പറഞ്ഞാൽ മതി, ഞാൻ അതിനെക്കുറിച്ചുള്ള വീഡിയോസ് ചെയ്തു തരുന്നതായിരിക്കും. അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡി ടൂൾസ് യൂസ് ചെയ്യുക എന്ന് പറയുന്നതാണ്. ഓക്കെ, ഈ സ്റ്റഡി ടൂൾസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങളാണെന്നുണ്ടെങ്കിൽ മൈൻഡ് മാപ്പ് ഒക്കെ കണ്ടില്ലേ, ഈ മൈൻഡ് മാപ്പ് ഒക്കെ യൂസ് ചെയ്യാം, ഫ്ലോ ചാർട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ പല കോൺസെപ്റ്റും ഉണ്ടായിരിക്കും. ആ പല കോൺസെപ്റ്റ് നമുക്ക് മൈൻഡ് മാപ്പിലൂടെ നോക്കുമ്പോഴും അതേപോലെ തന്നെ ഫ്ലോ ചാർട്ടിലൂടെയൊക്കെ നോക്കി കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ പറ്റും അല്ലേ, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. എക്സാം സമയത്ത് ഓർത്തെടുത്ത് എഴുതാനൊക്കെ ഫ്ലോ ചാർട്ടും മൈൻഡ് മാപ്പും ഒക്കെ ഹെൽപ്പ് ചെയ്യും. സോ ഇത് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടീസ് സ്മാർട്ട് നോട്ട് ജസ്റ്റ് ഹാർഡ്. ചിലരാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഫുള്ള് ഞാൻ എന്നാൽ എക്സാമിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പർ ഫുൾ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ചിലർ ചെയ്യും. പക്ഷെ നമ്മൾ ആ മെത്തേഡ് യൂസ് ചെയ്യരുത്. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം വെച്ച്, ഇപ്പോൾ എക്സാം എത്ര മണിക്കാണ് നോക്കുക, ഇപ്പം ചിലപ്പോൾ 3 മണിക്കൂറായിരിക്കും. അപ്പോൾ ആ 3 മണിക്കൂറാണ് എക്സാം എന്നുണ്ടെങ്കിൽ ആ 3 മണിക്കൂറുള്ള എക്സാം നമുക്കാണെന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് വെച്ച് നമുക്കാണെങ്കിൽ ചാപ്റ്റേഴ്സൊക്കെ വെച്ച് നമ്മൾ എന്ത് കൊടുക്കുക, അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് വെച്ച് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ആ 3 മണിക്കൂറിനകത്തുകൊണ്ട് നമുക്ക് എത്ര ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മൾ ടൈം വെച്ചിട്ട് വേണം ചെയ്യാൻ. അല്ലാതെ ഒരു ദിവസം ഫുൾ എന്നാൽ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തേക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ നമുക്ക് ആ ടൈം വെച്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സാമിൻ്റെ സമയത്ത് വളരെ ഉപകാരപ്പെടും. നിങ്ങളതിന് ശേഷം ആദ്യമേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു 3 മണിക്കൂർ ഓരോ ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ വെച്ച് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ ഓരോ ആൻസറിനും 15 മിനിറ്റെന്നോ അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങൾ ഓരോ ആൻസറിനും ഇത്ര ടൈം വെച്ചെടുക്കുക. ഇപ്പം അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ആൻസറിന് 15 മിനിറ്റ്, ഒരു എ പാർട്ടിനാണെന്നുണ്ടെങ്കിൽ 15 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അരമണിക്കൂറൊക്കെ എടുക്കുകയുള്ളൂ എന്നൊക്കെ നിങ്ങൾ പറഞ്ഞ് വെക്കുക. അതിനുശേഷം അടുത്ത പാർട്ടിന് അടുത്ത മണിക്കൂർ ഇത്രയും ടൈമേ സ്പെൻഡ് ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ മനസ്സിൽ റെഡിയാക്കി വെച്ചിട്ട് പിന്നെ ട്രൈ ചെയ്ത് നോക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് എവിടെ ഹെൽപ്ഫുൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം സമയത്തായിരിക്കും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തോ. ഇനി അടുത്തതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അത് നമ്മൾ ഹെൽത്ത് അതുപോലെ തന്നെ മൈൻഡ് നല്ല വെൽബീങ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പം ഹെൽത്തിന് വേണ്ടി നമ്മൾ നല്ല രീതിയിലുള്ള ഫുഡ്സ് കഴിക്കുക, മൈൻഡിനാണെന്നുണ്ടെങ്കിൽ മെഡിറ്റേഷനൊക്കെ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ 7 to 8 മണിക്കൂർ നിർബന്ധമായിട്ട് നിങ്ങൾ സ്ലീപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പം ഇത്തരം കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ച് മാർക്ക് മേടിക്കാൻ പറ്റും, ഏറ്റവും ടോപ്പറൊക്കെ ആവാനൊക്കെ പറ്റും. അപ്പം നിങ്ങൾ ഈ ടിപ്സ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടിപ്സൊക്കെ എഴുതി എടുത്തിട്ട് നിങ്ങളത് പഠിക്കാൻ ആരംഭിക്കുക. റിമെമ്പർ, യു ഡു നോട്ട് നീഡ് ടു സ്റ്റഡി ഓൾ ഡേ to succeed. You just need the right strategy. Believe in yourself. Follow this plan.
അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. സി യു, ബൈ.